അങ്ങനെ ഇപ്പോൾ ഇതിനെല്ലാം കാരണക്കാരനായ ഗ്രോഡ് എവിടെയാണ് ഉള്ളതെന്ന് ബാറ്റ്മാൻ കാറ്റ് വുമണിനോട് ചോദിച്ചതും ആ എണ്ണം കെട്ട കുരങ്ങനെ പറ്റി യാതൊരു വിവരവും തനിക്ക് അറിയില്ല എന്നും താൻ ഇവിടെ വന്നിട്ട് അവനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നും കാറ്റ് വുമൺ ബാറ്റ്മാനോട് പറയുകയാണ്. മാത്രമല്ല നമുക്കിനി തിരിച്ച് ഫ്യൂച്ചറിലേക്ക് പോകണമെങ്കിൽ ആ ഗ്രോഡിൻ്റെ ടൈം മെഷീൻ വേണമെന്നും ആ ടൈം മെഷീൻ ആണെങ്കിൽ ആ ഭ്രാന്തൻ ജോക്കറിൻ്റെ കയ്യിലാണ് ഉള്ളതെന്നും കാറ്റ് വുമൺ ബാറ്റ്മാനോട് പറയുന്നു. അങ്ങനെ പിന്നീട് ഇനി അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാറ്റ് വുമൺ ആ ജോക്കറിൻ്റെ പടയാളികളാരും നമ്മുടെ ബാറ്റ്മാനെ തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടി ബാറ്റ്മാനെ ഒരു പള്ളിയിലച്ഛൻ്റെ രൂപത്തിൽ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ പള്ളിയിലച്ഛനായി മാറിയ ബാറ്റ്മാനെയും കൂട്ടിക്കൊണ്ട് കാറ്റ് വുമൺ ഇപ്പോൾ ഒരാളുടെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ കാറ്റ് വുമൺ ബാറ്റ്മാനെയും കൂട്ടി കാണുവാൻ ചെന്നിരിക്കുന്നത് നമ്മുടെ ആൽഫ്രഡിൻ്റെ അടുത്താണ്. ഇപ്പോൾ ആൽഫ്രഡിനെ കണ്ടതും ബാറ്റ്മാൻ ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും അന്ന് രാത്രിയിൽ ആൽഫ്രഡ് ബാറ്റ്മാൻ്റെ കാറായ ബാറ്റ്മൊബൈലിൻ്റെ ഉള്ളിൽ കെട്ടിടത്തിൽ വന്നിരുന്നു. അങ്ങനെയാണ് പുള്ളിയും ഇവിടെ വന്നത്. ആൽഫ്രഡ് മാത്രമല്ല, ബാറ്റ്മൊബൈലും ഈ നൂറ്റാണ്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആൽഫ്രഡിനെയും ബാറ്റ്മൊബൈലിനെയും കണ്ടതും ബാറ്റ്മാൻ വളരെയധികം സന്തോഷമാവുകയാണ്. അങ്ങനെ സന്തോഷിച്ച് നിൽക്കെ ആ ജോക്കറിൻ്റെ പടയാളികൾ വന്ന് പീരങ്കി ഉപയോഗിച്ച് ആ കെട്ടിടം തകർക്കുകയാണ്.